നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഇതിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. മലയാളം കൊല്ലവർഷം 1201 ആണ്ട് വൃശ്ചികം മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലമായിട്ട് ഇത് വരുന്നു. തുലാം 30 ഞായറാഴ്ച ദിവസം 17 നാഴിക 26 വിനാഴികയ്ക്ക് അത്തം നക്ഷത്രത്തിൽ വൃശ്ചിക സംക്രമം നടന്നു കഴിഞ്ഞു. സൂര്യൻ നീചരാശിയായിരുന്ന തുലാം രാശിയിൽ നിന്ന് വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതേ വൃശ്ചിക മാസത്തിൽ തന്നെ ചില ഗ്രഹങ്ങൾക്ക് രാശി മാറ്റവും സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബുധൻ ഇപ്പോൾ വൃശ്ചികൻ രാശിയിലാണ്. എന്നാൽ വൃശ്ചികം 7-ാം തീയതിയോടുകൂടി ബുധൻ വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് പ്രവേശിക്കും. പിന്നീട് വൃശ്ചികം 20 വീണ്ടും ബുധൻ വൃശ്ചികൻ രാശിയിലേക്ക് മടങ്ങി വരുന്നു. അതുപോലെ തന്നെ ശുക്രൻ ഇപ്പോൾ സ്വക്ഷേത്രമായിരിക്കുന്ന തുലാം രാശിയിലാണ്. എന്നാൽ വൃശ്ചികം 10 ശുക്രൻ വൃശ്ചികൻ രാശിയിലേക്ക് രാശി മാറും. ഇതുകൂടാതെ സ്വക്ഷേത്രകാരകനായിരിക്കുന്ന ചൊവ്വ വൃശ്ചികൻ രാശിയിൽ നിന്ന് വൃശ്ചികം 21 ധനുവിലേക്ക് പോകും. ഇതിനെല്ലാം ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാറ്റം കൂടി ഈ വൃശ്ചിക മാസത്തിലുണ്ട്. അത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ്. വൃശ്ചികം 19 വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മടങ്ങിപ്പോകും. ഈ രീതിയിലൊക്കെയാണ് വൃശ്ചിക മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കാണുന്നത്. വൃശ്ചിക മാസം തുടങ്ങിക്കഴിഞ്ഞുവെങ്കിലും വൃശ്ചികം 7-ാം തീയതിയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ മാറ്റങ്ങളും കൂടുതൽ ഫലങ്ങളുമൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ഓരോ നക്ഷത്രക്കുറുകാർക്കും നേടാൻ കഴിയും. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോയാൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ ഓരോ നക്ഷത്രക്കുറുകാർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം മേടക്കുറുകാരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം വരുന്ന മേടക്കുറുകാർക്ക് ആദിത്യൻ 7-ാം ഭാവത്തിൽ നിന്ന് അഷ്ടമ ഭാവത്തിലേക്ക് അഥവാ 8-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. മറ്റുള്ള ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരത്തെ കൃത്യമായി ഈ നക്ഷത്രഫലത്തിൽ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ഗ്രഹങ്ങളും മാറുന്നതിനെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുമെന്നുള്ളത് കൊണ്ടാണ് വളരെ ചുരുക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നിലവിൽ മേടക്കുറുകാർക്ക് സൂര്യൻ 7-ാം ഭാവത്തിൽ സഞ്ചരിച്ച സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഈ നക്ഷത്രക്കുറുകാർക്ക് തനിക്ക് തന്നെയും കുടുംബാംഗങ്ങൾക്കുമെല്ലാം രോഗപീഠകൾ കൂടുതലായിട്ടുണ്ടാവുന്ന ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ മാസത്തിൽ ഇത്തരം പ്രയാസങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. പലപ്പോഴും നമ്മൾ നക്ഷത്രഫലം അവതരിപ്പിക്കുമ്പോൾ ഓരോ മാസവും വരാൻ സാധ്യതയുള്ള ശുഭഫലങ്ങൾ മാത്രമാണ് അതിൽ എടുത്തു പറയുക. ഓരോ മാസങ്ങളുടെയും മോശമായ ഫലങ്ങൾ മാത്രം അവതരിപ്പിക്കുമ്പോൾ അത് പൊതുവിൽ എല്ലാവർക്കും വിഷമമാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം കഴിഞ്ഞു പോയെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഈ രീതിയിലൊക്കെ ചില ശാരീരിക പീഡകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമൊക്കെ സഹിച്ചാണ് മേടക്കുറുകാർ ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മാസം തള്ളി നീക്കിയത് എന്ന് തന്നെയാണ് നക്ഷത്രഫലത്തിൽ കാണിക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്തൊക്കെ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. എങ്കിലും ആരോഗ്യ കാര്യങ്ങളിലാണ് കൂടുതൽ പ്രയാസങ്ങൾ ഇവർക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രയാസങ്ങൾ വൃശ്ചിക മാസത്തോടുകൂടി മാറാൻ പോകുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യം. എന്തെങ്കിലും വലിയ രോഗാരിഷ്ടതകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന സമയമായിട്ടും ഒരു പരിധിവരെ രോഗാരിഷ്ടതകളൊക്കെ മാറി വളരെ സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ വൃശ്ചിക മാസത്തിൽ ഉണ്ടാകുന്നതായിട്ടും സൂര്യരാശി ഫലം കാണിക്കുന്നു. അതുപോലെ തന്നെ കച്ചവട രംഗത്ത് ലാഭം വളരെ കുറവുള്ളൊരു മാസമായിരിക്കും കഴിഞ്ഞുപോയ തുലാമാസം എന്ന് പറയുന്നത്. എന്നാൽ വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ ഇത്തരം പ്രയാസങ്ങളൊക്കെ മാറി കച്ചവട രംഗത്ത് കൂടുതൽ ശോഭിക്കാൻ വ്യാപാരികൾക്ക് കഴിയുന്നതായിട്ടാണ് സൂര്യരാശി ഫലത്തിലൂടെ കാണുന്നത്. കഴിഞ്ഞുപോയ മാസം മത്സര ബുദ്ധിയുടെയും അതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടും ഒക്കെ രാശിഫലത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ആ പ്രയാസങ്ങളൊക്കെ മാറി വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും മറ്റുള്ളവരോട് ഏറ്റുമുട്ടുന്നതിന് പകരം അവരവരുടെ കാര്യങ്ങളിൽ വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബുദ്ധി കൂർമ്മതയോടെ പ്രവർത്തിക്കാനും ഒക്കെ ഈ ഒരു വൃശ്ചിക മാസത്തിൽ മേടക്കുറുകാർക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട
ചില കാര്യങ്ങൾ ഈ വൃശ്ചികമാസത്തിൽ മേടക്കുറുവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഏഴരശനി നടക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ആദിത്യൻ അഷ്ടമഭാവത്തിൽ പ്രവേശിച്ചാൽ കള്ളന്മാർ നിമിത്തം ദ്രവ്യനാശം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ട് ജ്യോതിഷത്തിൽ സൂചിപ്പിക്കുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ മൂല്യവസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ മേടക്കുറുവർക്ക് ഈ വൃശ്ചികമാസത്തിൽ ആവശ്യമാണ്. അതോടൊപ്പം മൂത്രാശയ രോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ വരാതിരിക്കാനുള്ള പ്രാർത്ഥനയും ശ്രദ്ധയും അനിവാര്യമായ ഒരു മാസവും കൂടിയായിട്ടാണ് വൃശ്ചികമാസം കാണുന്നത്. ഒരുപക്ഷെ മേടക്കുറുവർക്ക് ഇത്തരത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും. അപ്രകാരം തുലാമാസത്തിൽ തന്നെ ഈ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വൃശ്ചികമാസം വരുന്നതോടുകൂടി അത്തരം പ്രയാസങ്ങളൊക്കെ കുറഞ്ഞ് സുഖം പ്രാപിക്കാൻ സാധിക്കുമെങ്കിലും നിലവിൽ ഈ പ്രയാസങ്ങൾ ഇല്ലാത്ത ആളുകൾക്കും വൃശ്ചികമാസത്തിൽ ഇത്തരം ചില പ്രയാസങ്ങൾ വരുന്നതായിട്ട് കണക്കാക്കാം. അപ്രകാരം ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധയും പ്രാർത്ഥനയും കൊടുത്ത് മുന്നോട്ട് പോകുക. പൊതുവിൽ മേടക്കുറുവർ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, 8ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുമ്പോൾ പ്രവൃത്തികളിൽ സ്ഥിരത കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടുതൽ സ്ഥിരത കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവാണ് വൃശ്ചികമാസം. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് സൂര്യരാശിയിലൂടെ മേടക്കുറുവർക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. എന്നാൽ ബുധൻ്റെയും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ രാശിമാറ്റം ഈ നക്ഷത്രക്കുറുവർക്ക് ഗുണഫലങ്ങളാണ് കൂടുതൽ നൽകുന്നതായിട്ട് കാണിക്കുന്നത്. ഇനി ഇടവക്കുറുവരെക്കുറിച്ചാണ്. കാർത്തികയുടെ അവസാനത്തെ 45 നാഴികയും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ 15 നക്ഷത്രക്കുറുവർക്ക് ആദിത്യൻ്റെ രാശിമാറ്റം കൂടുതൽ ഗുണഫലങ്ങൾ തന്നെയാണ് നൽകുന്നത്. നിലവിൽ കഴിഞ്ഞുപോയ മാസങ്ങളിൽ ചില ദുരനുഭവങ്ങളൊക്കെ ഈ നക്ഷത്രക്കുറുവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. പൊതുവിൽ കണ്ടശനിയോ ഏഴശനിയോ ഒന്നുമില്ലാത്തൊരു കാലമായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പ്രയാസങ്ങളെന്ന് ഒരുപക്ഷെ ഇവർ ചിന്തിച്ചിട്ടുണ്ടാവാം. ആദ്യത്തിന് 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നീചരാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നാൽക്കാലികൾ മുഖേനയോ ബന്ധുക്കൾ മുഖേനയോ ഒക്കെ ചില ആപത്തുകളോ വിഷമതകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഈ രീതിയിൽ വിഷമതകൾ സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് വൃശ്ചികമാസം വരുന്നതോടുകൂടി ഈ പ്രയാസങ്ങളൊക്കെ മാറി നല്ല രീതിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങളെയൊക്കെ മറികടക്കാനുള്ള ഒരു സമയമായിട്ട് ഈ വൃശ്ചികമാസത്തെ കാണാം. കള്ളന്മാരിൽ നിന്നുള്ള ചില ഉപദ്രവങ്ങളൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ ഇടവക്കുറുവർക്കുണ്ടായിരുന്നുവെങ്കിൽ അത്തരം പ്രയാസങ്ങളിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കാൻ കഴിയുന്ന ശുഭകരമായൊരു മാസമായിട്ട് ഈ വൃശ്ചികമാസം വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ബന്ധുജനങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കാനുള്ള ചില യോഗഭാഗ്യങ്ങളൊക്കെ കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വൃശ്ചികമാസത്തോടുകൂടി സ്വന്തം കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് ധനം ചെലവഴിക്കാനും വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കാനും ഒക്കെയുള്ള യോഗഭാഗ്യങ്ങൾ ഇടവക്കുറുവർക്ക് കാണുന്നു. എന്നാൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധനലാഭം ഉണ്ടാവാനുള്ള പ്രാർത്ഥന വൃശ്ചികമാസത്തിൽ പ്രത്യേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ പ്രതീക്ഷിച്ച വരുമാനം വൃശ്ചികമാസത്തിൽ ലഭിക്കാതെ പോയേക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധയും പ്രാർത്ഥനയും അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ വൃശ്ചികമാസത്തിൽ രോഗപീഠകൾ ഉണ്ടാവാതിരിക്കാനും കുടുംബത്തിലുള്ളവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നു. മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ ഇടവക്കുറുവർക്ക് വൃശ്ചികമാസത്തിൽ സാധിക്കുമെങ്കിലും അന്യരുടെ കാര്യത്തിൽ ഇടപെട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ മാസത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ മേഖലയിലുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഈ നക്ഷത്രക്കുറുവർക്ക് വൃശ്ചികമാസത്തിൽ കൈവരിക്കാൻ കഴിയുമെങ്കിലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വൃശ്ചികമാസത്തെ മനോഹരമാക്കി തീർക്കാൻ ഈ നക്ഷത്രക്കുറുവർക്കും സാധിക്കുന്നതാണ്. വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. മറ്റു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ജാതക നിരൂപണം ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. ഇനി മിഥുനക്കുറുവരെ കുറിച്ചാണ് പറയുന്നത്. മകീരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക നക്ഷത്രക്കുറുവർക്ക് സൂര്യൻ്റെ രാശിമാറ്റം വൃശ്ചികമാസം ഒരുപാട് ഗുണഫലങ്ങൾ കാണുന്നു. ധനപുരോഗതിയും ഐശ്വര്യവും സാമ്പത്തിക ലാഭവും ഒക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് തന്നെയാണ് വൃശ്ചികമാസം കാണുന്നത്. ആദ്യത്തിൻ്റെ രാശിമാറ്റം ഈ നക്ഷത്രക്കുറുവർക്ക് ശത്രുക്കളിൽ നിന്നുള്ള മുക്തിയും അതോടൊപ്പം തന്നെ രോഗപീഠകളിൽ നിന്നുള്ള മുക്തിയും ഒക്കെ നൽകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ബന്ധുജനങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കാനോ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ധനം മുടക്കാനൊക്കെ യോഗഭാഗ്യങ്ങൾ ഈ ഒരു മാസത്തിൽ കാണുന്നു. പൊതുവിൽ ചിന്തിക്കുമ്പോൾ കൂടുതലും ശുഭഫലങ്ങൾ ഈ ഒരു വൃശ്ചികമാസത്തിൽ ഈ നക്ഷത്രക്കുറുവർക്ക് തൊഴിൽപരമായിട്ടും എല്ലാ മേഖലയിലും കാണുന്നു. എങ്കിലും നാൽക്കാലികൾ, വാഹനം എന്നിവ കൊണ്ട് ദോഷഫലങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥന ഈ വൃശ്ചികമാസത്തിൽ നക്ഷത്രക്കുറുവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ രാശിമാറ്റം ഈ നക്ഷത്രക്കുറുവർക്ക് ഗുണഫലങ്ങൾ നൽകുന്നു. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടും വൃശ്ചികമാസത്തിൽ കാണാം.
വലിയ ധനഇടപാടുകളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലെല്ലാം ശുഭത കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പ്രകാരം ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. സ്ഥലവിൽപ്പന, മൂല്യവസ്തുക്കൾ ശേഖരിക്കുക എന്നിവയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വൃശ്ചികമാസത്തിൽ ചില ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിത ധനാഗമന യോഗമൊക്കെ മിഥുനക്കുറുകാർക്ക് വൃശ്ചികമാസത്തിൽ കാണുന്നു. വൃശ്ചികമാസം 17 ശേഷം കൂടുതലും നല്ല ഫലങ്ങളാണ് ഈ നക്ഷത്രക്കൂറിലേക്ക് വരുന്നത്. പൊതുവായി ചിന്തിക്കുമ്പോൾ മിഥുനക്കുറുകാർക്ക് ശുഭഫലങ്ങൾ കൂടുതൽ നൽകുന്നൊരു മാസമായിട്ട് വൃശ്ചികമാസത്തെ കാണാം. മിഥുനക്കുറുകാർക്ക് ഇപ്പോൾ കണ്ടീഷൻ നടക്കുന്നുണ്ട്, എന്നാൽ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയാത്തത്. വൃശ്ചികമാസത്തിൽ കൂടുതലും നല്ല ഫലങ്ങളായിരിക്കും ഈ നക്ഷത്രക്കുറുകാരെ തേടി വരുന്നത്. ഇനി കർക്കിടകക്കുറുകാരെ കുറിച്ചാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയമായില്യം, ഈ 3 നക്ഷത്രക്കാരുടെയും ഭാഗ്യം തെളിയുന്നൊരു സമയമായിട്ട് വൃശ്ചികമാസത്തെ കാണാം. പൊതുവിൽ കുടുംബപരമായിട്ടുള്ള കുറേ പ്രയാസങ്ങൾ കൊണ്ട് ഈ നക്ഷത്രക്കുറുകാർക്ക് ഒരുപാട് ബാധ്യതകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു മാസമായിരിക്കും കഴിഞ്ഞു പോയത്. എന്നാൽ അത്തരം പ്രയാസങ്ങളൊക്കെ മാറി സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളിലേക്ക് പോകാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് വൃശ്ചികമാസത്തിൽ സാധിക്കും. കുടുംബ ബാധ്യതകളിൽ നിന്ന് അല്ലെങ്കിൽ കടത്തിൽ നിന്നൊക്കെ മുക്തി പ്രാപിക്കാൻ വേണ്ടി ഈ നക്ഷത്രക്കുറുകാർക്ക് വൃശ്ചികമാസത്തിൽ സാധിക്കുന്നതായിട്ടാണ് സൂര്യരാശി ഫലം കാണുന്നത്. കുടുംബത്തിലെ വഴക്കുകൾ, അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ, രോഗാരിഷ്ടതകൾ എന്നിവയൊക്കെ മാറുന്ന ഒരു മാസമായിട്ട് വൃശ്ചികമാസത്തെ കാണാം. അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് പുതിയ മാർഗങ്ങൾ തെളിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളെ കൊണ്ട് കൂടുതൽ ശുഭഫലങ്ങളും സൗഭാഗ്യ യോഗവുമൊക്കെയാണ് വൃശ്ചിക മാസത്തിൽ കർക്കിടകക്കുറുകാരെ കാത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഗ്രഹങ്ങളൊക്കെ ഈ മാസത്തിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ മാറ്റങ്ങളും കർക്കിടകക്കുറുകാർക്ക് കൂടുതൽ ശുഭഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും വ്യാഴം കർക്കിടകക്കൂറിൽ നിന്ന് മിഥുനത്തിലേക്ക് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർക്കിടകക്കുറുകാർക്ക് ഈ വൃശ്ചിക മാസത്തിൽ ധനപുരോഗതിയൊക്കെ നേടാൻ കഴിയും. എന്നാൽ അധികരിച്ച ചെലവുകൾക്കും ഈ ഒരു മാസത്തിൽ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈവപ്രീതിയോടുകൂടി പല ശുഭകാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഈ വൃശ്ചിക മാസത്തെ ഈ നക്ഷത്രക്കുറുകാർക്ക് കാണാം. വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തീർത്ഥാടനം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യവും വൃശ്ചിക മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് കാണുന്നു. ഇനി ചിങ്ങക്കുറുകാരെ കുറിച്ചാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഈ 3 നക്ഷത്രക്കാർക്കും വൃശ്ചിക മാസം ചില ശുഭഫലങ്ങൾ നൽകുന്നതായിട്ട് കാണിക്കുന്നു. സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഈ വൃശ്ചിക മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാരെ തേടി വരുന്നതായിട്ടാണ് കാണുന്നത്. അഷ്ടമശനിയുടെ കാഠിന്യം കൊണ്ട് ശാരീരിക ക്ലേശങ്ങളൊക്കെ ഈ സമയത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആ പ്രയാസങ്ങളൊക്കെ അല്പം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് വൃശ്ചിക മാസത്തിലെ സൂര്യരാശി ഫലം കാണിക്കുന്നത്. സൗഹൃദങ്ങളിൽ ഉണ്ടായിട്ടുള്ള പിണക്കങ്ങൾ, സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ടുള്ള ചില തർക്കങ്ങൾ എന്നിവയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങളൊക്കെ മാറിപ്പോകുന്നൊരു മാസമായിട്ട് വൃശ്ചിക മാസത്തെ കാണാം. ദ്രവ്യം, മാനം, കീർത്തി എന്നിവ ഈ വൃശ്ചിക മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് കൂടുതലായി വരുന്നതായിട്ടാണ് രാശിഫലത്തിൽ കാണുന്നത്. ദേശം വിട്ട് സഞ്ചരിക്കാനുള്ള യോഗഭാഗ്യങ്ങൾ വൃശ്ചിക മാസത്തിലുണ്ട്. എന്നാൽ ഈ ഒരു മാസത്തിൽ ചിങ്ങക്കുറുകാർ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ശത്രുക്കളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മനോദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരം പ്രയാസങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. പൊതുവിൽ അഷ്ടമശനിയുടെ കാഠിന്യം അനുഭവിക്കുന്ന ആളുകൾ അവരവരുടെ ജാതകമൊക്കെ പരിശോധിച്ച് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളിലെല്ലാം ചിങ്ങക്കുറുകാർക്ക് വൃശ്ചിക മാസത്തിൽ ശുഭഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഇനി കന്നിക്കുറുകാരെ കുറിച്ചാണ്. ഉത്തരത്തിൻ്റെ അവസാനത്തെ 45 നാഴികയും അത്തവും ചിത്രയുടെ ആദ്യ 15 നക്ഷത്രക്കുറുകാർക്ക് ആദിത്യൻ 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ഇത് കൂടുതൽ ശുഭഫലങ്ങൾക്ക് കാരണമാവും. കാരണം ഇപ്പോൾ കണ്ടീഷൻ നടക്കുന്ന സമയമാണ്. 2ാം ഭാവത്തിൽ ആദിത്യൻ അഥവാ സൂര്യൻ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ നക്ഷത്രക്കുറുകാർ അനുഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ പ്രയാസങ്ങളെല്ലാം മാറി കുടുംബത്തിൽ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും വരുന്നൊരു സമയമായിട്ട് വൃശ്ചിക മാസം കന്നിക്കുറുകാർക്ക് മാറും. എന്നാൽ സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് പിണങ്ങാതിരിക്കാൻ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആയുരാരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ ഈ മാസത്തിൽ ചെയ്യേണ്ടതായിട്ട് കാണുന്നു. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ ഒഴിവാക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്യണം. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ധനപുരോഗതിയാണ് ഈ ഒരു മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാരെ കാത്തിരിക്കുന്നത്. ഇനി തുലാക്കുറുകാരെ കുറിച്ചാണ്. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും നക്ഷത്രക്കുറുകാർക്ക് ഈ ആദ്യത്തിൻ്റെ രാശിമാറ്റ ശുഭഫലങ്ങൾ നൽകുന്നു. തുലാൻ രാശിയിൽ നീചമായിട്ട് ആദ്യത്തിൻ നിലകൊണ്ട സന്ദർഭത്തിൽ
ഈ നക്ഷത്രക്കൂറുകാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ദോഷഫലങ്ങൾ കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ കഴിഞ്ഞു പോയ മാസങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവരുടെ കർമ്മതലത്തിൽ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും. പലപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോകുക, കഠിനാധ്വാനം ചെയ്തിട്ടും അതിൻ്റെ ഫലങ്ങൾ സിദ്ധിക്കാതെ പോകുക, ഈ രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ വൃശ്ചിക മാസത്തോടുകൂടി ഈ നക്ഷത്രക്കുറുകാർക്ക് മാറാൻ പോവുകയാണ്. ഈ നക്ഷത്രക്കുറുകാർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ട് ഉയർച്ചയുണ്ടാകും. അതുപോലെ അപകീർത്തിയിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ വേണ്ടി കഴിയും. എല്ലാവരോടും ഒപ്പം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും നേതൃസ്ഥാനത്തേക്ക് എത്താനും ഒക്കെയുള്ള യോഗഭാഗ്യങ്ങളാണ് വൃശ്ചിക മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാരെ കാത്തിരിക്കുന്നത്. ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുക, അതോടൊപ്പം വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക പുരോഗതി വന്നു ചേരുക, പുതിയ ചില സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് തുടക്കം കുറിക്കാൻ സാധിക്കുക എന്നിവയൊക്കെ ഈ ഒരു മാസത്തെ സൂര്യഫലമായിട്ട് കണക്കാക്കാം. നിലവിൽ ശുക്രൻ്റെ രാശിമാറ്റവും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റവും ഒക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ തന്നെയാണ് നൽകുന്നത്. നക്ഷത്രരാശിയിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അനുകൂല ഫലങ്ങൾ ഇപ്പോൾ തന്നെ ഇവർക്ക് ലഭിക്കും. എന്നാൽ വൃശ്ചികൻ രാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് അത്യാവശ്യം ഇവരുടെ കൈകളിലേക്ക് ധനമൊക്കെ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്രകാരം ചിന്തിക്കുമ്പോൾ എല്ലാ മേഖലയിലും ശോഭിക്കാൻ തുലാക്കുറുകാർക്ക് വൃശ്ചിക മാസത്തിൽ സാധിക്കുന്നതായിട്ട് കാണുന്നു. ഇനി വൃശ്ചികക്കുറുകാരെ കുറിച്ചാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും ചേരുന്ന നക്ഷത്രക്കുറുകാർക്ക് വൃശ്ചിക മാസത്തിൽ കൂടുതലും ശുഭഫലങ്ങളാണ് കാണുന്നത്. ആരോഗ്യ കാര്യങ്ങളിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാകുന്നൊരു മാസമാണ്. എല്ലാറ്റിനുപരിയായിട്ട് കലാരംഗത്ത് ശോഭിക്കാൻ കഴിയുന്നൊരു മാസമായിട്ടും അതോടൊപ്പം തന്നെ പേരും പ്രശസ്തിയും നേടാൻ കഴിയുന്ന മാസമായിട്ടും വൃശ്ചിക മാസത്തെ കാണാം. നേതൃപാടവം ഉണ്ടാകുന്നൊരു മാസമാണ്. ഇവരേറ്റെടുക്കുന്ന ഏതൊരു കാര്യവും ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിയും. ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് ഭവനത്തിൽ കയറിക്കൂടാനുള്ള യോഗഭാഗ്യങ്ങൾ ഈ ഒരു മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്കുണ്ട്. പൊതുവിൽ ആരോഗ്യം കൂടുതൽ സംരക്ഷിക്കാൻ കഴിയുന്ന മാസമായിട്ടും ദീർഘ യാത്രകൾക്ക് സാധ്യതയുള്ള മാസമായിട്ടും ഈ മാസം തിരഞ്ഞെടുക്കാം. അതോടൊപ്പം തന്നെ തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുള്ളൊരു മാസമാണ്. വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കാനുള്ള യോഗഭാഗ്യങ്ങൾ ഈ ഒരു മാസത്തിലുണ്ട്. സന്തോഷം നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. സ്വക്ഷേത്രകാരനായിരിക്കുന്ന ചൊവ്വ ഈ നക്ഷത്രരാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ വൃശ്ചിക മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഇനി ധനുക്കുറുകാരെ കുറിച്ചാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്രക്കൂറിൻ്റെ 11ാം ഭാവത്തിൽ നിന്ന് സൂര്യൻ 12ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. 12ാം ഭാവത്തിൽ ആദിത്യൻ പ്രവേശിക്കുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ശത്രുക്കൾ നിഷ്പ്രഭരാകും എന്നുള്ളതാണ്. ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വൃശ്ചിക മാസം അനുകൂലമായ ഫലങ്ങൾ അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെയേറെ ഉത്സാഹത്തോടു കൂടിയും ഉണർവോടുകൂടിയും പ്രവർത്തിക്കാൻ ഈ ഒരു മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, നിലവിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് കണ്ടീഷന് നടക്കുകയാണ്. യാത്രകളിൽ ഈ നക്ഷത്രക്കുറുകാർ വൃശ്ചിക മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഈ നക്ഷത്രക്കുറുകാർക്കും ഇവരുടെ ബന്ധുജനങ്ങൾക്കുമൊക്കെ രോഗാരിഷ്ടതകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനയും ശ്രദ്ധയും കൊടുത്ത് പോകേണ്ടതായിട്ടും കാണുന്നു. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ വൃശ്ചിക മാസം ഈ നക്ഷത്രക്കുറുകാർക്ക് അനുകൂലമായിരിക്കും. ഇനി മകരക്കുറുകാരെ കുറിച്ചാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴികയും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേരുന്ന നക്ഷത്രക്കുറുകാർക്ക് വൃശ്ചിക മാസം അനുകൂല ഫലങ്ങളാണ് കൂടുതലും നൽകുന്നത്. ആദിത്യൻ കർമ്മഭാവത്തിൽ നിന്ന് 11ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്രകാരം സംഭവിക്കുമ്പോൾ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മാസം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നു. അതുപോലെ ആനുകൂല്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു മാസമായിട്ട് വൃശ്ചിക മാസം മകരക്കുറുകാർക്ക് മാറും. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധനപുരോഗതിയും ഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് എന്ന് കാണുന്നു. ഒന്നിൽ കൂടുതൽ ധനാഗമന യോഗങ്ങൾ ഈ ഒരു മാസത്തിൽ മകരക്കുറുകാർക്ക് കാണുന്നു. എന്നതോടൊപ്പം തന്നെ ശത്രുക്കളെ നിഷ്പ്രഭരാക്കാൻ കഴിയുന്ന ഒരു മാസമായിട്ട് ഈ വൃശ്ചിക മാസം വന്നു ചേരുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ എല്ലാ മേഖലയിലും അനുകൂല ഫലങ്ങൾ വൃശ്ചികക്കുറുകാർക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. എന്നാൽ ദേവകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഗുരുക്കന്മാരുടെ അപ്രീതിക്ക് കാരണമായേക്കാം. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല ഫലം തന്നെ വൃശ്ചിക മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി കുംഭക്കുറുകാരെ കുറിച്ചാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴിക നക്ഷത്രക്കുറുകാർക്ക് വൃശ്ചിക മാസത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ഇതിലെടുത്ത് പറയേണ്ടത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഉയർന്ന ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ജോലിയുള്ള ആളുകൾക്ക് പ്രൊമോഷൻ ലഭിക്കുകയും ഉയർന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമായിട്ട് വൃശ്ചിക മാസം മാറുന്നു.
മറ്റു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു സമയത്ത് നേതൃത്വ പാടവത്തോടുകൂടി പ്രവർത്തിച്ച് ഉന്നത അധികാര യോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് വളരെ ശോഭിക്കാൻ കഴിയുന്ന പുതിയ മാർഗങ്ങൾ തെളിയുന്ന മാസമായിട്ടാണ് വൃശ്ചിക മാസം മാറുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ തൊഴിൽപരമായ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന ഈ സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർ കൊടുക്കേണ്ടതായിട്ടുള്ളത്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ചാൽ അതിന് അനുകൂല ഫലങ്ങൾ സിദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആദിത്യൻ കർമ്മഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ മാതാവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഈ ഒരു മാസത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം സജ്ജനങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നുമൊക്കെ അല്പം മാറി നിൽക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ ഉണ്ടായേക്കാം. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പുരുരുട്ടാതിയുടെ ആദ്യത്തെ 40 നാഴിക നക്ഷത്രക്കൂറുകാർക്ക് മറ്റെല്ലാ കാര്യങ്ങളിലും വൃശ്ചിക മാസത്തിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി മീനക്കുറരെ കുറിച്ചാണ്. പുരുരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി. ഈ 3 നക്ഷത്രക്കാർക്കും ആദിത്യൻ്റെ രാശിമാറ്റം മഹാഭാഗ്യയോഗമാണ് നൽകുന്നത്. ആദിത്യൻ ഈ നക്ഷത്രരാശിയുടെ അഷ്ടമഭാവത്തിൽ നീചയോഗത്തോടു കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ കഴിഞ്ഞ മാസത്തിൽ ഈ നക്ഷത്രക്കുറവർക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ പ്രവൃത്തിക്കനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാതെ പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടാകും. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് വൃശ്ചിക മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഫലങ്ങൾ ഈ വൃശ്ചിക മാസത്തിൽ എല്ലാ മേഖലയിലും ലഭിക്കും എന്നുള്ളതാണ് സൂര്യരാശി ഫലത്തിലൂടെ കാണുന്നത്. കാരണം ഭാഗ്യസ്ഥാനത്തേക്കാണ് ആദിത്യൻ ശുഭകരമായി പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആദരവും അംഗീകാരവും ലഭിക്കുന്ന ഒരു മാസമായിട്ട് മീനക്കുറുകാർക്കും ഈ വൃശ്ചിക മാസം മാറുന്നു എന്നാണ് കാണുന്നത്. എന്നാൽ മീനക്കുറുകാർ വൃശ്ചിക മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് കഠിന സ്വഭാവത്തിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് പിടിവാശിയൊക്കെ ഒഴിവാക്കി വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അനാവശ്യ ചിന്തകളിലൂടെ മനക്ലേശങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടും കാണുന്നു. മറ്റെല്ലാ കാര്യങ്ങളിലും ഈ ഒരു വൃശ്ചിക മാസം ഈ നക്ഷത്രക്കൂറുകാർക്ക് ശുഭഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. നിങ്ങൾക്കേവർക്കും സന്തോഷം നിറഞ്ഞ ദിനങ്ങൾ ആശംസിക്കുന്നു. എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.